നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അപൂർവ വനിതകളിൽ ഒരാളായ സുജാ തങ്കച്ചൻ എന്ന മലയാളി യുവതി രാജ്യത്തെ ആദ്യത്തെ തന്നെ വനിതാ സ്കൂൾ ബസ് ഡ്രൈവർ എന്ന പദവിയും സ്വന്തമാക്കുകയാണ്. ദുബായ് കിസൈസിലെ ദ മില്ലേനിയം സ്കൂൾ ബസ് കണ്ടക്ടറായിരുന്ന കൊല്ലം കുരീപ്പുഴ തൃക്കടവൂർ സ്വദേശി സുജാ തങ്കച്ചൻ ഒരു വർഷം മുമ്പാണ് വലിയ വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ലൈസൻസ് സ്വന്തമാക്കിയത്. അന്നത് വാർത്തയായതിനെ തുടർന്ന് യുഎഇയിലെ ഒട്ടേറെ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും ജോലി വാഗ്ദാനങ്ങൾ ലഭിച്ചു. എന്നിരുന്നാൽ തന്നെയും ദ മില്ലേനിയം സ്കൂളിൽ തന്നെ തുടരാനായിരുന്നു സുജയുടെ തീരുമാനം എന്നത്. പിന്നീട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ നിന്നും സ്കൂൾ ബസ് ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കിയ സുജ കഴിഞ്ഞ മാസം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഒപ്പം രാജ്യത്തെ ആദ്യ വനിതാ സ്കൂൾ ബസ് ഡ്രൈവർ എന്ന പദവിയും സുജ സ്വന്തമാക്കുകയാണ്. പക്ഷേ ലോക്ക്ഡൌൺ ആയപ്പോൾ വിദ്യാലയങ്ങൾ അടച്ചതോടെ വളയം പിടിക്കാനുള്ള കാത്തിരിപ്പ് പിന്നെയും തുടരുകയായിരുന്നു. താല്പര്യമുള്ളവർക്ക് സ്കൂളിൽ വന്ന് പഠിക്കാമെന്ന ഇപ്പോഴത്തെ അധികൃതരുടെ അറിയിപ്പ് വന്നതോടുകൂടി സ്കൂളിൽ കുട്ടികളെത്തുകയും സുജ സ്വപ്നയാത്ര ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഞാനാണ് യുഎഇയിലെ ആദ്യത്തെ വനിതാ സ്കൂൾ ബസ് ഡ്രൈവർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണ്. കുട്ടികളുമായുള്ള യാത്ര കൂടിയാകുന്നു ഇത്. അത് പക്ഷേ ഞാൻ ഏറെ ആസ്വദിക്കുകയാണ്. അവരുടെ കളിച്ചിരികൾ കേട്ടുള്ള ഈ ജോലി ഏറെക്കാലം തുടരാനാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും സുജ പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30-നാണ് സുജയ്ക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്. ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇതിലൂടെ സഫലമായതെന്നും സുജ പറയുകയാണ്. ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴൊക്കെ തന്റെ കണ്ണ് ഡ്രൈവറുടെ കൈകളുടെ ചലനത്തോടൊപ്പം കറങ്ങുമായിരുന്നുവെന്ന് സുജ പറയുകയാണ്. പക്ഷേ ആ സീറ്റിലിരിക്കാൻ ഏറെ പരിശ്രമം വേണമെന്ന് 33-കാരിക്ക് അറിയാമായിരുന്നു. ആത്മാർത്ഥ പരിശ്രമത്തിലൂടെ അത് സ്വന്തമാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ സുജ. സുജയുടെ അമ്മാവൻ നാട്ടിൽ വലിയ വാഹനത്തിന്റെ ഡ്രൈവർ കൂടിയായിരുന്നു. അദ്ദേഹം ഓടിക്കുന്നത് കണ്ടതു മുതൽ കൊച്ചു മനസ്സിൽ ആ ആഗ്രഹം മുട്ടിട്ടുവെന്നാണ് സുജ പറയുന്നത്. എങ്ങനെയെങ്കിലും അതുപോലത്തെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ആകുക. പക്ഷേ കോളേജ് പഠനത്തിന് ശേഷം 4 വർഷം മുമ്പ് ജോലി തേടി യുഎഇയിൽ എത്തിയപ്പോൾ ലഭിച്ചത് സ്കൂൾ ബസ്സിലെ കണ്ടക്ടർ ജോലിയായിരുന്നു. അന്നു മുതൽ ചിന്തിച്ചു തുടങ്ങിയതാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടുക എന്നതെന്നും സുജ പറയുന്നു. ഇക്കാര്യത്തിൽ ദുബായിൽ നേഴ്സായ സഹോദരൻ ഡൊമിനിക്കിനോടും പിതാവ് തങ്കച്ചൻ, അമ്മ ഗ്രേസി എന്നിവരോടും പങ്കുവച്ചപ്പോൾ തന്നെ അവരുടെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചുവെന്നും സുജ പറയുകയാണ്. പ്രിൻസിപ്പൽ അംബിക ഗുലാത്തി, അധ്യാപകരായ ശ്രീജിത്ത്, റീതാബല്ല, ബസ് ഡ്രൈവർമാർ, മറ്റ് ജീവനക്കാർ എന്നിവരെല്ലാം നിറഞ്ഞ പ്രോത്സാഹനവും ഇതിനായി നൽകി. മാസങ്ങൾക്ക് മുമ്പ് ദുബായിലെ അൽ അഹ്ലി ഡ്രൈവിംഗ് സെന്ററിൽ ചേർന്നപ്പോൾ ഡ്യൂട്ടി സമയവും പഠന സമയവും തമ്മിൽ പ്രശ്നമായി. സ്കൂൾ MSO അലക്സ് സമയം ക്രമീകരിച്ചു തന്നതോടെ ആ കടമ്പയും കടക്കാൻ സാധിച്ചു. അതേസമയം പഠന സമയത്ത് ആദ്യം വല്ലാത്ത ടെൻഷനും കൂടിയായിരുന്നു. ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച യുഎഇയിലെ അപൂർവ വനിതകളിൽ ഒരാൾ കൂടിയാണ് താനെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരും ഇൻസ്ട്രക്ടറുമെല്ലാം ഇടയ്ക്കിടെ പറയുമ്പോൾ അത് ഇരട്ടിയാകുന്നു. പക്ഷേ പതിയെ ടെൻഷനെല്ലാം പോയി. എങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് 6 പ്രാവശ്യം കൊടുത്തപ്പോഴും സുന്ദരമായി പൊട്ടി. 7ാം തവണ വിജയം നേടിയെന്നും സുജ പറയുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.